ഹായ്, വെൽക്കം ബാക്ക് ടു ഷീസ് ഫ്ലേവേഴ്സ്. ഇന്ന് ഗ്രിൽഡ് ചിക്കൻ ഉണ്ടാക്കാം. ഇത് തീക്കനലിൽ തന്നെ ചുട്ടെടുക്കുന്നതാണ്. ഗ്രില്ലറിലോ ഓവനിലോ ഒന്നും വെച്ചിട്ടുള്ളതല്ല, റിയലായിട്ട് ചെയ്യുന്നത്. കാണിച്ചു തരാം. ഇത് മാരിനേറ്റ് ചെയ്യാനുള്ള സാധനങ്ങളാണ്. ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, പച്ചമുളക്, ഇത്രയും സാധനങ്ങൾ അരച്ചെടുക്കണം. ഇത് നല്ല പേസ്റ്റ് പോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർക്കാം. ചിക്കന് ആവശ്യമുള്ള ഉപ്പ്. പിന്നെ ഇതിലേക്ക് മെയിനായിട്ട് കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. കുരുമുളക് പൊടി 2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. നമുക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ കുറച്ചുകൂടി ചേർക്കാം. ഇത് പച്ചമുളകുണ്ട് എരിവിന്. പിന്നെ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ. ഇനി ഇതിലേക്ക് മുളക് പൊടി ചേർക്കാം. മുളക് പൊടി കാശ്മീരി ചില്ലിയാണ് ചേർക്കുന്നത്. അതും 2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. കാശ്മീരി ചില്ലിക്ക് അധികം എരിവില്ല, പക്ഷെ പച്ചമുളകിന് നല്ല എരിവുണ്ട്. അപ്പോൾ അതിൻ്റെ അളവ് കൂട്ടി കുറച്ചൊക്കെ എടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ചിക്കനിലേക്ക് ഞാൻ ഫസ്റ്റ് നാരങ്ങ നീര് ചേർക്കുന്നില്ല. ഇത് ഗ്രില്ല് ചെയ്യുന്ന സമയത്താണ് ഒഴിച്ചു കൊടുക്കുന്നത് നാരങ്ങ നീര്. ചിക്കൻ നന്നായിട്ട് വരഞ്ഞെടുക്കുക. ഇതുപോലെ നന്നായി ക്ലീൻ ചെയ്ത്, ഒരു ഫുൾ ചിക്കനാണ്, നടുവേ ഒന്ന് മുറിച്ച് മാറ്റിയിട്ട് സൈഡൊക്കെ നന്നായിട്ട് ഇങ്ങനെ വരഞ്ഞു കൊടുക്കുക. ഇതുപോലെ മുറിച്ചെടുക്കുക. എന്നിട്ട് സൈഡൊക്കെ നന്നായി വരഞ്ഞു കൊടുക്കുക. മൊത്തം വരഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. ഇതിൻ്റെ എല്ലാ ഭാഗവും നന്നായിട്ട് വരഞ്ഞു വയ്ക്കണം. വരയുമ്പം സൂക്ഷിച്ച് വരയണം. ഒത്തിരി കീറി പോകരുത്. എങ്കിലും നല്ല ആഴത്തിൽ വരയണം. കീറിപ്പോവുകയും ചെയ്യരുത്. അങ്ങനെ വേണം ചെയ്യാൻ. ഈ ഒരു പാകത്തിലും നടുവേന്ന് മുറിച്ചതാണിത്. ഇതിനകത്ത് നല്ലപോലെ മസാല തേച്ച് പിടിപ്പിക്കണം. അടുപ്പിൽ നമ്മൾ ചുട്ടെടുക്കുമ്പോൾ, അടുപ്പ് മീൻസ് കനലിൽ ചുട്ടെടുക്കുമ്പോൾ നമ്മൾ നാരങ്ങ നീര് ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിങ്ങനെ വെന്ത് വരുന്ന സമയത്ത് ഒഴിച്ചു കൊടുത്താൽ മതി ഇതിലേക്ക്. അപ്പോൾ ഇറച്ചി നല്ല സോഫ്റ്റായിട്ട് കിട്ടും. പിന്നെ നല്ലൊരു ടേസ്റ്റും വരും നാരങ്ങയുടെ പുളിയൊക്കെ ചെല്ലുമ്പോൾ. നന്നായിട്ട് മസാല പുരട്ടി വെക്കുക. അതിൻ്റെ ഇടയിലൊക്കെ ഗ്യാപ്പിലൊക്കെ നന്നായിട്ട് മസാല പുരട്ടിയിട്ട് ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കണം. എത്ര സമയം വേണമെങ്കിലും നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചേക്കാം. കുറഞ്ഞത് ഒരു 1 hour എങ്കിലും വയ്ക്കണം. എല്ലാം 2 ചിക്കൻ ഉണ്ട്. 2 ചിക്കനിൽ നല്ലപോലെ മാരിനേറ്റ് ചെയ്തെടുക്കുക. നന്നായിട്ട് തേച്ചിപ്പിക്കാം മസാല. ഇതൊരു ഫുൾ ചിക്കനാണ്. ഇതിന് നടുവേന്ന് മുറിച്ചിട്ടില്ല. ഇതിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ വരഞ്ഞിട്ട് മസാല പുരട്ടാം. ഈ ചിക്കൻ മുഴുവനായിട്ട് തീക്കനലിട്ടിട്ട് ചുട്ടെടുക്കാനാണ്. നല്ലപോലെ മസാല ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുക. നിങ്ങൾ വിചാരിക്കും ഞാൻ എന്തിന് ഇത്രയധികം ചിക്കൻ എടുക്കുന്നതെന്ന്. ഇന്ന് ഞങ്ങൾ താമസിക്കുന്ന ഫ്ലാറ്റിലുള്ള നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ടെറസിൽ പോയിട്ടാണ് ഇത് ചുട്ടെടുക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ചിക്കനൊക്കെ എടുത്ത് കുക്ക് ചെയ്യുന്നത്. ഇത് നന്നായിട്ട് മസാല പുരട്ടി വയ്ക്കുക. ഇതിലേക്ക് കുറച്ച് ഞാനിതിലേക്ക് കറിവേപ്പില അരയ്ക്കാൻ മറന്നുപോയി. അപ്പോൾ കുറച്ച് കറിവേപ്പില ഞാൻ സെപ്പറേറ്റ് അരച്ചിട്ട് ഇതിലേക്ക് നന്നായി തേച്ച് നല്ലൊരു മണം കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് തേച്ച് പിടിപ്പിച്ചതാണ്. ഇനി വേറൊരു ചിക്കൻ വേറൊരു പ്രത്യേക സ്റ്റൈലിൽ മാരിനേറ്റ് ചെയ്യാം. ഇതിപ്പോൾ 3 ചിക്കൻ നമ്മൾ മാരിനേറ്റ് ചെയ്തു നേരത്തെ ഉണ്ടാക്കിയ മസാലയിൽ. ഇത് പൊടികൾ മാത്രമാണ്. മുളക് പൊടി 2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് കുരുമുളക് പൊടി, ഇത് ഗരം മസാല പൊടി അര ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. എല്ലാം പൗഡർ ഫോമിൽ തന്നെ എടുക്കുകയാണ്. ഇതിലേക്ക് കുരുമുളക് പൊടി
1 ടീസ്പൂൺ ഇടാം. ഇനി ഇതിലേക്ക് ചാട്ട് മസാല ചേർക്കുന്നുണ്ട്. മെയിനായിട്ട് ഞാൻ ചേർക്കുന്ന ഒരു സാധനമാണ് ചാട്ട് മസാല. ചാട്ട് മസാലയാണ് ഞാനിപ്പോൾ ഇട്ടത്. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുറച്ച് കുരുമുളക് പൊടി, ചാട്ട് മസാല, അത്രയും ഗരം മസാലപ്പൊടി, ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ടുണ്ട്. ഇതിനകത്ത് മെയിനായിട്ട് ടേസ്റ്റ് തരുന്നത് ചാട്ട് മസാലയുടെയാണ്. ഇതൊരു പരീക്ഷണമായിരുന്നു ഇങ്ങനെ ഉണ്ടാക്കുന്നത്. ചെയ്ത് നോക്കിയതാണ്. നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇതിന് നല്ല ടേസ്റ്റായിരുന്നെന്ന്. അത് ചാട്ട് മസാലയുടെ ടേസ്റ്റ് ആയിരിക്കാനാണ് സാധ്യത. നല്ലതായിരുന്നു. അപ്പം ഇങ്ങനെ ഇത് മിക്സ് ചെയ്തിട്ട് ഈ ചിക്കൻ എടുക്കുക. ചിക്കൻ ഇതുപോലെ തന്നെ നല്ലപോലെ വരയിട്ട് വെച്ച ചിക്കൻ വരഞ്ഞു വെച്ചതാണ്. അതിൻ്റെ പുറത്തേക്ക് ഈ പൊടികൾ ഇങ്ങനെ വെതറി കൊടുക്കുക. അപ്പം നനഞ്ഞ ചിക്കൻ ആയതുകൊണ്ട് പൊടികളെല്ലാം വലിച്ചെടുക്കും. ഈ പൊടികൾ മുഴുവനായിട്ട് അതിലേക്ക് ഇട്ടിട്ട് വയ്ക്കുക. മൊത്തം പൊടികളും ഇട്ട് കൊടുക്കുക. അതിൻ്റെ ഗ്യാപ്പുകളിൽ എല്ലാ ഭാഗത്തും ഇട്ട് കൊടുക്കുക. എന്നിട്ട് അപ്പം മൊത്തം ചിക്കനിലേക്ക് പൊടി ഇങ്ങനെ ചിക്കനിലേക്ക് പിടിച്ചോളും. ഇത് ചിക്കനിൽ വാട്ടർ ഉള്ളതുകൊണ്ട് അതിലേക്ക് വലിഞ്ഞ് പിടിച്ചോളും. ഇതിനകത്ത് ഇഞ്ചി വെളുത്തുള്ളി വേറെ യാതൊന്നും ചേർക്കുന്നില്ല. പൊടികൾ മാത്രമാണ് ചേർത്തേക്കുന്നത്. ഈ പൊടികൾ ഇത് നമുക്ക് ഗ്രില്ല് ചെയ്യാം. പൊടികൾ ചേർത്ത ചിക്കന് ഗ്രില്ല് ചെയ്യാൻ വയ്ക്കുമ്പോൾ അതിലേക്ക് ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടാണ് അതിൻ്റെ മുകളിൽ കൂടെ ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുക്കും. അപ്പോഴാണ് അതിന് നല്ലൊരു ടേസ്റ്റ് വരുന്നത്. ഇതിങ്ങനെ നമ്മൾ ഈ ട്രേയിലേക്ക് നല്ലപോലെ അമുക്കി വെച്ചിട്ട് തീക്കനലിലിട്ട് ചുട്ടെടുക്കാം. ആ തീയൊക്കെ നല്ല റെഡി ആയിട്ടുണ്ട്. കനലൊക്കെ റെഡി ആയിരിക്കുന്നുണ്ട്. ഇത് സെറ്റ് ചെയ്ത് വയ്ക്കാം. നമുക്കിത് കനലിൽ കൊണ്ടുപോയി വെച്ച് ചുട്ടെടുക്കാം. ഇത് പാകമായി വരാൻ നല്ല സമയമെടുക്കും. തീ നല്ലതുപോലെ കനലുണ്ടെങ്കിൽ അരമണിക്കൂർ കൊണ്ട് റെഡിയാവും. തീരെ കനൽ കുറവാണെങ്കിൽ കുറച്ചുകൂടെ താമസം ഉണ്ടാവും. പിന്നെ പൊടികൾ ഇട്ട് ചിക്കന് ഇതിനകത്ത് വയ്ക്കുമ്പോൾ ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുക്കണം. അത് എനിക്കിതിനകത്ത് ഷൂട്ട് ചെയ്യാൻ വിട്ടുപോയി. ഞങ്ങളെല്ലാവരും കൂടെ മുകളിൽ വെച്ച് ചെയ്തുകൊണ്ട് പലതും എനിക്ക് കറക്റ്റായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഇടയ്ക്കിടയ്ക്ക് വിട്ടുപോയി. ഇത് ഞങ്ങളെല്ലാവരും ഉണ്ട്, ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട്. നമ്മൾ വീക്കെൻഡ് ഇങ്ങനെ ഓരോരോ എൻജോയ്മെൻ്റ് ആയിട്ട് ഇങ്ങനെ കൂടുന്നതാണ്. എല്ലാവർക്കും കഴിക്കാനുള്ള ചിക്കനാണിത് നമ്മൾ ഗ്രില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ചിക്കൻ പാകമായി. ആദ്യം വെച്ച ചിക്കൻ പാകമായിട്ടുണ്ട്. ഇതിലേക്ക് നാരങ്ങ നീരൊക്കെ ഒഴിച്ച് കൊടുത്തായിരുന്നു. അതൊന്നും എടുക്കാൻ പറ്റിയില്ല. നല്ല ടേസ്റ്റി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഓരോ ചിക്കനും ഉണ്ടാക്കിയെടുത്തത്. ഇതിപ്പോൾ ഒരു വാഴയിലയിലേക്ക്, അവിടുത്തെ ഇവിടെ വാഴയില അങ്ങനെ കിട്ടാത്ത സാധനമാണ്. ഇത് ഫാമിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഒമാനികളുടെ ഫാമിൽ നിന്ന് കൊണ്ടുവന്ന വാഴയിലയാണ്. അത് ഒരു ഫുൾ ചിക്കൻ ഞാൻ എടുത്ത് വച്ചിരുന്നല്ലോ. അത് വാഴയിലയിൽ പൊതിഞ്ഞ് ഗ്രില്ല് ചെയ്തെടുക്കാനാണ്, പൊതിഞ്ഞ് ചുട്ടെടുക്കാനാണ്. അതിനാണ് വാഴയില കൊണ്ടുവന്നത്. അപ്പോൾ വാഴയിലയിലേക്ക് ഇതിട്ടു. എല്ലാവരും കൂടി ചിക്കനെ ആക്രമിക്കുകയാണ്. എല്ലാവരും എടുത്ത് കഴിക്കുന്നു. ഈ ഗ്രിൽഡ് ചിക്കൻ ഓരോന്നായിട്ട്
ഇങ്ങനെ നമ്മളുണ്ടാക്കി. ഇനി നമുക്ക് അടുത്ത റെസിപ്പിയിലേക്ക് കിടക്കാം. ഇത് പൊതിഞ്ഞിട്ട് കനലിലിട്ട് ചുടാനായിട്ടാണ്. അതിൽ കുറച്ച് വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ എടുത്ത് കിടത്തി ഇനി ഇതിലേക്ക് നമ്മൾ വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യണം. ഈ റെസിപ്പിയൊക്കെ സുജിത്തിൻ്റെയാണ്, ഇതെൻ്റെ ഇവിടുത്തെ ഫ്രണ്ടിൻ്റെ. അപ്പോൾ പുള്ളിക്കാരനാണ് ഇതൊക്കെ ചെയ്യുന്നത്. ചിക്കൻ ഇനി നിറയ്ക്കാൻ പോവുകയാണ്. പച്ചക്കറിയൊക്കെ സവാള, തക്കാളി, പച്ചമുളക്, ക്യാപ്സിക്കം എല്ലാം ഉള്ളിലേക്കിട്ട് നിറയ്ക്കുകയാണ്. പച്ചക്കാണ് നിറയ്ക്കുന്നത്, വഴറ്റിയൊന്നുമല്ല, പച്ചക്കെല്ലാം നിറയ്ക്കുകയാണ്. മല്ലിയില, എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇത് റൊമാനി സ്റ്റൈലാന്ന് തോന്നുന്നു. ഇനി ഇതിലേക്ക് നാരങ്ങയൊക്കെ പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട്. അതുപോലെ നാരങ്ങയൊക്കെ പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് നാരങ്ങ ഒഴിക്കാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ടാണ് ഇത് പൊതിഞ്ഞ് വെച്ചേക്കല്ലേ, അതുകൊണ്ട് ആദ്യം തന്നെ നാരങ്ങയൊക്കെ പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് കുത്തി നിറച്ച് കഴിഞ്ഞിട്ടില്ല, കുറച്ചുകൂടെ ഉണ്ട്. ഇനി ഇതിനെ പൊതിയാണ്. വാഴയില വാട്ടിയിട്ടാണ് ചെയ്തേക്കുന്നത്, അല്ലെങ്കിൽ വാഴയില കീറിപ്പോകുമല്ലോ, അതുകൊണ്ട് വാഴയിലയിൽ പൊതിഞ്ഞിട്ട് പിന്നെ ഫോയിലിംഗ് പേപ്പറിലിട്ട് പൊതിഞ്ഞ് ആണ് തീക്കനലിൽ കൊണ്ടിടുന്നത്. ഇത് കുറേ അധിക സമയം തീക്കനലിൽ ഇട്ടിരുന്നു. അത്രയും സമയം വീഡിയോ എടുക്കാനൊന്നും പറ്റില്ലാത്തതുകൊണ്ട് ഇത് തീക്കനലിട്ടിട്ട് പുറത്തെടുക്കുന്ന വീഡിയോ മാത്രമേ ഞാൻ എടുത്തുള്ളൂ. 1 മണിക്കൂറെങ്കിലും അത് കനലിനുള്ളിൽ ഇട്ടിരുന്നു, എന്നിട്ടാണ് അത് വെന്ത് കിട്ടിയത്. അപ്പോൾ അതേ റെഡി ആയിട്ടുണ്ട്. കനലിൽ നിന്ന് എടുക്കുന്ന സീനാണിത്. അതെടുത്തു. ഇനി ഇത് തുറന്ന് നോക്കാം. ഇതിൻ്റെ അകത്തെ അവസ്ഥ എന്താണെന്നറിയില്ലല്ലോ. വാഴയിലേക്ക് നന്നായി കരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് തുറന്ന് ചിക്കൻ പുറത്ത് വന്നു. നന്നായി വെന്തിട്ടുണ്ട് ചിക്കൻ, കരിഞ്ഞിട്ടൊന്നുമില്ല, വെന്തിരിക്കുകയാണ്. കോഴി നിറച്ചതൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു സ്റ്റൈലിൽ, പക്ഷേ നല്ല ഹെൽത്തിയാണ്. വേറൊന്നുമില്ല ഇതിൽ, ഓയിലൊന്നുമില്ല, നല്ല ഹെൽത്തി ഡിഷാണ്. അപ്പോൾ ഞങ്ങളുടെ ചിക്കനൊക്കെ റെഡിയായി, ഞങ്ങളെല്ലാവരും കഴിച്ചു. നല്ല അടിപൊളി വീക്കെൻഡായിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും എൻജോയ് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.